നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് സെറ്റിംഗ് ഔട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ തിയോഡലൈറ്റിനെ കുറിച്ചും അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും അത് ഉപയോഗിക്കുന്ന മെത്തേഡുകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. അതിൻ്റെ തിയറി കഴിഞ്ഞു. ഇനി നമുക്കതിൻ്റെ പ്രാക്ടിക്കൽ സെഷനാണുള്ളത്. അത് വരും ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് സെറ്റിംഗ് ഔട്ട് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ സെറ്റിംഗ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, കുറ്റി അടിക്കുക അല്ലേ. നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള പ്ലാനുകൾ അത് നമ്മൾ ഗ്രൗണ്ടിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനേഷൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്. സെറ്റിംഗ് ഔട്ട് ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ദ ഡിസൈൻ ഓർ പ്ലാൻ ഓഫ് എ സ്ട്രക്ചർ ഫ്രം ഡ്രോയിങ് ടു ദ ഗ്രൗണ്ട്. നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള പ്ലാൻ ഓർ ഡിസൈൻ, അതിപ്പോൾ ബിൽഡിങ്ങിൻ്റെ ആവാം, എന്ത് വേണമെങ്കിലും ആവാം, അത് ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സെറ്റിംഗ് ഔട്ട് എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഈ സെറ്റിംഗ് ഔട്ട് നമ്മൾ എങ്ങനെ ചെയ്യും? നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും അല്ലേ, ഒരു ഡിസൈൻ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും. അതനുസരിച്ചിട്ടാണ് നമ്മളത് ഗ്രൗണ്ടിലേക്ക് അത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു സ്റ്റെപ്പുകൾ അതെങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഓരോ സ്റ്റെപ്പായിട്ട് നമുക്കത് പറഞ്ഞു തന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ ആദ്യം പറയുന്നത് സ്റ്റഡി ഓഫ് ഡ്രോയിങ്സ്. നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഡ്രോയിങ്ങിനെ കുറിച്ച് നമ്മൾ നന്നായിട്ട് മനസ്സിലായിരിക്കണം. സൈറ്റ് പ്ലാൻസ്, അതുപോലെ സെൻട്രൽ ലൈൻ ഡ്രോയിങ്സ് ആൻഡ് ഡയമെൻഷൻസ്. ആ വരച്ചിരിക്കുന്ന പ്ലാനിനെ കുറിച്ച്, അതിൻ്റെ ഡ്രോയിങ്ങിനെ കുറിച്ച്, അതിൻ്റെ അളവുകളെ കുറിച്ച്, ആ സൈറ്റിനെ കുറിച്ച് എല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എസ്റ്റാബ്ലിഷ് റെഫറൻസ് പോയിൻറ്റ്സ്. നമ്മുടെ റെഫറൻസ് പോയിൻറ്റ്സുകൾ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതായത് ഇപ്പോൾ അവിടെ എന്തെങ്കിലും സർവേ സ്റ്റേഷൻ്റെ പില്ലറുകൾ ഉണ്ടെങ്കിൽ, ബെഞ്ച് മാർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് റെഫറൻസായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ എന്താ പറയുക, ട്രാൻസ്ഫർ കോർഡിനേറ്റ്സ് ടു ഗ്രൗണ്ട്. നമ്മൾ ഗ്രൗണ്ടിലേക്ക് കോർഡിനേറ്റ്സുകൾ, ആ പോയിൻറ്റുകൾ നമ്മൾ ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിന് നമുക്ക് തിയോഡലൈറ്റ് ഉപയോഗിക്കാം, ടോട്ടൽ സ്റ്റേഷൻ ഉപയോഗിക്കാം, കോമ്പസ്, ടേപ്പ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ പറയുന്നതാണ് ഫിക്സ് സെൻറ്റർ ലൈൻസ്. ഈ സെൻറ്റർ ലൈൻ ആണ് നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു എർത്ത് വർക്ക് എക്സ്കവേഷൻ നടത്തുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു പ്ലാൻ വരച്ച് കഴിഞ്ഞാൽ നമ്മളത് ഗ്രൗണ്ടിലേക്ക് അപ്ലൈ ചെയ്യുന്നത് എന്തിനാ? നമുക്കതിൻ്റെ എർത്ത് വർക്ക് എക്സ്കവേഷൻ നടത്തണം അല്ലേ. അപ്പോൾ അത് എർത്ത് വർക്ക് എക്സ്കവേഷൻ നടത്തുമ്പോൾ ആ ഒരു പോയിൻ്റ്, ഇപ്പോൾ ആദ്യം നമ്മൾ ഫൗണ്ടേഷൻ്റെ വിഡ്ത്ത്, അതുപോലെ തന്നെ ബേസ്മെൻറ്റിൻ്റെ വിഡ്ത്തൊക്കെ അല്ലേ. അപ്പോൾ നമ്മളത് എടുക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ഈ മാർക്ക് ചെയ്യുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് തിയറിക്കലി നമ്മൾ സെൻറ്റർ ലൈനാണ് ചെയ്യുന്നത്. ഔട്ടർ ലൈൻ വെച്ച് ചെയ്യുന്നവരുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. പക്ഷെ നമ്മൾ തിയറിക്കലി നമ്മൾ പഠിക്കുന്നത് നമ്മൾ സെൻറ്റർ ലൈനാണ് ആദ്യം നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ആ പോയിൻറ്റിൻ്റെ. അപ്പോൾ സെൻറ്റർ ലൈൻ ഫിക്സ് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ അതിൻ്റെ കോർണറുകൾ നമ്മൾ എങ്ങനെ റൈറ്റ് ആംഗിൾ നമ്മൾ സെറ്റ് ചെയ്യും. കോർണറിലൊക്കെ നമ്മൾ റൈറ്റ് ആംഗിൾസാണ് നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ സെൻറ്റർ ലൈൻസ് മാർക്ക് ചെയ്യുന്നു. പിന്നെ അതിപ്പോൾ വാളിൻ്റെ ആവാം, കോളംസിൻ്റെ ആവാം, റോഡിൻ്റെ ആവാം, ഏത് കൺസ്ട്രക്ഷൻ ആയാലും അതിൻ്റെ സെൻറ്റർ ലൈനാണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം ചെക്ക് റൈറ്റ് ആംഗിൾസ് ആൻഡ് ലെവൽസ്. നമ്മൾ അതിന് ശേഷം എന്താ ചെയ്യണത്? റൈറ്റ് ആംഗിൾസ് നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഈ റൈറ്റ് ആംഗിൾസ് ചെക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? 3-4-5 റൂൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളൊരു സെറ്റിംഗ് ഔട്ട് വർക്ക് നടത്തുന്നത് എങ്ങനെ? 3-4-5 റൂൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മുടെ പൈതഗോറസ് തിയറി അനുസരിച്ചിട്ട് a² + b² = c² എന്ന് പറയുന്ന ഫോർമുല, അതായത് 3² + 4² = 5² ആണ് നമുക്ക് ഉത്തരം കിട്ടുക. അപ്പോൾ ആ ഒരു തിയറി അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ 3-4-5 റൂള് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിൽ റൈറ്റ് ആംഗിൾസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളത് ഈ പറയുന്ന ഫിഗറിലൂടെ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ചിത്രം നോക്കിക്കഴിഞ്ഞാൽ, ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ QA ഉണ്ട്, AP ഉണ്ട്. അപ്പോൾ QA നമ്മളവിടെ 4 യൂണിറ്റിന് എഴുതിയിട്ടുണ്ട്. AP എന്ന് പറഞ്ഞാൽ 3 യൂണിറ്റിന് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ PQ എന്ന് പറയുന്നത് അല്ലെങ്കിൽ QP എന്ന് പറയുന്നത് 5 ആയിരിക്കും. ഇതാണ് നമ്മുടെ
3-4-5 റൂൾ എന്ന് പറയുന്നത്. അതായത് QA എന്ന് പറയുന്നത് 4ഉം AP എന്ന് പറയുന്നത് 3ഉം ആണെങ്കിൽ PQ എത്രയായിരിക്കും? 5 ആയിരിക്കും. അതായത് 4² പ്ലസ് 3² എന്ന് പറഞ്ഞാൽ 16 പ്ലസ് 9 25². 25² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 സ്ക്വയർ റൂട്ട് കണ്ടാൽ 5 നമുക്ക് ഉത്തരം കിട്ടുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യണത്? കോർണറുകൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഏത് സെൻറ്റർ ലൈൻ കൊടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ റൈറ്റ് ആംഗിൾ സെറ്റ് ചെയ്യുന്നത് 3-4-5 റൂള് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റിൽ ചെക്ക് റൈറ്റ് ആംഗിൾസ് ആൻഡ് ലെവൽസ്. ഇപ്പോൾ ഗ്രൗണ്ടിൻ്റെ ലെവലും അതുപോലെ തന്നെ റൈറ്റ് ആംഗിൾസും 3-4-5 റൂൾ അനുസരിച്ച് അതിൻ്റെ റൈറ്റ് ആംഗിൾസും നമ്മൾ ചെക്ക് ചെയ്യുന്നു. പിന്നെ പറയുന്നത് ടെമ്പററി ആൻഡ് പെർമനൻറ്റ് മാർക്കിങ്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? പെഗ്ഗൊക്കെ ഉപയോഗിച്ചിട്ട്, കമ്പി പെഗ്ഗൊക്കെ ഉപയോഗിച്ച്, കയറൊക്കെ ഉപയോഗിച്ച് നമ്മളവിടെ പെർമനൻ്റ് അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടുള്ള മാർക്കിങ്സ് നമ്മൾ നടത്തുന്നു. എന്നിട്ട് നമ്മൾ ആ കയറ് കെട്ടിയതിന് ശേഷം ആ കയറിൻ്റെ മുകളിൽ കൂടെ ചോക്ക് പൊടിയൊക്കെ നമ്മളിങ്ങനെ ഇടും, കുമ്മായപ്പൊടി. ആ എക്സ്കവേഷൻ നടത്താനുള്ള ആ ഒരു അടയാളം കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ വെരിഫിക്കേഷൻ നടത്തുന്നു. നമ്മളതിനെ ക്രോസ് ചെക്ക് ചെയ്ത് അതിൻ്റെ അളവുകളൊക്കെ ശരിയാണോ, അതിന് ശേഷമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? എക്സ്കവേഷൻ നടത്താനായിട്ട് പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ മാർക്കിംഗ് സെൻറ്റർ ലൈൻ കെട്ടി റൈറ്റ് ആംഗിൾ സെറ്റ് ചെയ്തു, മെഷർമെൻറ്റ്സുകളൊക്കെ ചെക്ക് ചെയ്ത് അത് ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? എക്സ്കവേഷൻ നടത്താനായിട്ട് പാടുള്ളൂ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ അതിൻ്റെ ഒരു വെരിഫിക്കേഷൻ നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകളാണ് നമുക്കൊരു സെറ്റിംഗ് ഔട്ടിൽ നമുക്ക് വരുന്നത്. ഒന്നാമത്തത് സ്റ്റഡി ഓഫ് ഡ്രോയിങ്ങിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, റെഫറൻസ് പോയിന്റുകൾ നോക്കണം, അതുപോലെ തന്നെ കോർഡിനേറ്റ്സുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നു, പിന്നെ സെൻറ്റർ ലൈൻ ഫിക്സ് ചെയ്യുന്നു, അതുപോലെ റൈറ്റ് ആംഗിൾസ് ചെക്ക് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ മാർക്കിങ് നടത്തുന്നു, അതിനുശേഷം അതിൻ്റെ ലാസ്റ്റ് ഒരു ക്രോസ് ചെക്കിങ് ചെയ്ത് ഓക്കെ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എർത്ത് വർക്ക് എക്സ്കവേഷൻ നടത്താം. നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഈ പോയിന്റുകളൊക്കെ തന്നെയാണ് കുറച്ചും കൂടി ഡിസ്ക്രൈബ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത്. സെറ്റ് ഔട്ട് ഇൻ സർവേയിങ് ഇൻട്രൊഡക്ഷൻ. സെറ്റിംഗ് ഔട്ട് ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ദ ഡയമെൻഷൻസ്, ഷേപ്പ് ആൻഡ് പൊസിഷൻ ഓഫ് എ കൺസ്ട്രക്ഷൻ ഡിസൈൻ. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം പോയിന്റുകൾ തന്നെയാണ്. പിന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറയുന്നു ടു എസ്റ്റാബ്ലിഷ് ദ കറക്റ്റ് സെൻറ്റർ ലൈൻ ഓഫ് ബിൽഡിംഗ്. നമുക്ക് കറക്റ്റായിട്ടുള്ള സെൻറ്റർ ലൈനുകൾ നമുക്ക് സ്ഥാപിക്കാനായിട്ട് നമ്മൾ സെറ്റിംഗ് ഔട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ടു എൻഷുർ കൺസ്ട്രക്ഷൻ ഫോളോസ് ഡിസൈൻ ഡയമെൻഷൻ ആൻഡ് പൊസിഷൻസ്. അതിൻ്റെ അളവുകളും സ്ഥാനങ്ങളൊക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാൻ. റെഫറൻസ് പോയിൻറ്റ്സ്, ലെവൽസ് ആൻഡ് ബൗണ്ടറീസ് മാർക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ ഒരു പിന്നെ പ്രൊവൈഡ് ഗൈഡ് ലൈൻസ് ഫോർ എക്സ്കവേഷൻ, ഫൗണ്ടേഷൻ ആൻഡ് സൂപ്പർ സ്ട്രക്ചർ. നേരത്തെ പറഞ്ഞ നമ്മുടെ ബിൽഡിങ്ങുകളുടെ ഫൗണ്ടേഷനും എക്സ്കവേഷൻ നടത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു ഗൈഡ് ലൈൻ കിട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നത്? അതൊക്കെയാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമുക്ക് പറയുന്നത്. പിന്നെ പറയുന്നത് അതിന് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻസുകൾ എന്താണെന്ന് പറയുന്നുണ്ട്. മെഷറിംഗ് ടേപ്പ്, റേഞ്ചിങ് റോഡ്, തിയോഡലൈറ്റ്, ഡംബി ലെവല്, ടോട്ടൽ സ്റ്റേഷൻ, GPS, പെഗ്, നെയിൽസ്, ലൈം ഓർ ചോക്ക് ഫോർ മാർക്കിംഗ്. അത് മാർക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലേ, പൊടി, കുമ്മായത്തിൻ്റെ പൊടിയോ ഒക്കെ നമ്മൾ ചോക്ക് പൊടിയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഇതിൽ പറയുന്ന ഇൻസ്ട്രുമെൻസുകൾ പറയുന്നുണ്ട്, തിയോഡലൈറ്റ്, ഡംബി, അതുപോലത്തെ ടോട്ടൽ സ്റ്റേഷൻ, GPS ഒക്കെ. അപ്പോൾ നമ്മളിത് മാനുവലി നമുക്ക് ചെയ്യാം, അതുപോലെ തന്നെ മെഷീൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് നടത്താം? സെറ്റിംഗ് ഔട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ മാനുവലി ആണെങ്കിലാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സ്റ്റെപ്പുകളൊക്കെ മാനുവലി ചെയ്യുമ്പോൾ വരുന്നതാണ്. അതല്ലാതെ നമുക്ക് തിയോഡലൈറ്റ് ഉപയോഗിച്ചിട്ടും അതുപോലെ തന്നെ ടോട്ടൽ സ്റ്റേഷൻ ഉപയോഗിച്ചിട്ടും നമുക്ക് സെറ്റിംഗ് ഔട്ട് നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞ സെയിം പോയിന്റുകളൊക്കെ തന്നെയാണ്. അതൊക്കെ ഒന്ന് വായിച്ച് നോക്കി മനസ്സിലാക്കുക. പിന്നെ ഇത് ഞാൻ പറഞ്ഞ നേരത്തെ മെത്തേഡ്, ടേപ്പ് ആൻഡ് തിയോഡലൈറ്റ് മെത്തേഡ് ഉണ്ട്, ടോട്ടൽ സ്റ്റേഷൻ മെത്തേഡ് ഉണ്ട്, GPS മെത്തേഡ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് അത് ഇൻസ്ട്രുമെൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതെല്ലാം മാനുവലി ആണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ ഇലസ്ട്രേറ്റീവ് ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ലൈൻ മാർക്ക്ഡ്, സെൻറ്റർ ലൈൻ ഇൻ്റർസെക്റ്റിംഗ്, പെഗ് അറ്റ് കോർണേഴ്സ്, റൈറ്റ് ആംഗിൾസ് ഷോൺ ഇൻ ദ ഇൻസ്ട്രുമെൻറ്റ്സ്. നമ്മൾ ആദ്യം ബേസ് ലൈനായിട്ട് എന്താണ് സെൻറ്റർ ലൈനാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അതിലെ സെൻറ്റർ ലൈനുകൾ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്ത് പോവും. ഞാൻ ആ പിക്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഈ ചിത്രത്തിൽ കാണുമ്പോൾ ഇത് 2 റൂമിൻ്റെ
എന്താ പറയുക സെറ്റിംഗ് ഔട്ടാണ് ഈ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ ഇതൊരു വോളിൻ്റെ തിക്നെസ്സാണ് നമുക്ക് ഈ തിക്ക് ലൈനായിട്ട് കാണിച്ചിരിക്കുന്നത്. ഈ നടുക്കിൽ ഡോട്ടഡ് ലൈനായിട്ട് കാണിച്ചിട്ടുള്ളതാണ് നമ്മുടെ സെൻറ്റർ ലൈനുകൾ. അപ്പോൾ ഈ സെൻറ്റർ ലൈനാണ് ആദ്യം നമ്മൾ കുറ്റിയടിച്ച് പെഗടിക്കുന്നത്. ആ പെഗടിച്ച് സെൻറ്റർ ലൈൻ കെട്ടിയതിന് ശേഷമാണ് അതിൽ നിന്നാണ് നമ്മൾ ബാക്കിയുള്ള, അപ്പോൾ ആ സെൻട്രൽ ലൈനിൻ്റെ റൈറ്റ് ആംഗിൾസ് ആണ് നമ്മൾ എന്താക്കിയെടുക്കുക 3, 4, 5 റൂൾ അനുസരിച്ചിട്ട്. ഇപ്പോൾ ഈ 4 കോർണറുകൾ, നമുക്ക് ഈ കോർണറുകളൊക്കെ 3, 5 റൂൾ അനുസരിച്ചിട്ട് അത് എന്നാലാണ് അത് കറക്റ്റ് റൈറ്റ് ആംഗിളായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആദ്യം സെൻട്രൽ ലൈൻ ഇടുന്നു. ആ സെൻറ്റർ ലൈനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് 3, 4, 5 റൂൾ അനുസരിച്ചിട്ട് റൈറ്റ് ആംഗിൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഈ സെൻട്രൽ ലൈൻ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൽ നിന്നാണ് ബാക്കിയുള്ള നമ്മുടെ എക്സ്കവേഷൻ്റെ ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അത്രയും ഭാഗമാണ്. ഇപ്പോൾ ഈ 2 തിക്ക് ലൈൻസും ഔട്ടറും ഇന്നറും തിക്ക് ലൈൻസ് ഇല്ലേ അതിൻ്റെ അകത്ത്. അപ്പോൾ ഇത്രയൊക്കെയാണ് സെറ്റിംഗ് ഔട്ടിൽ ബേസിക്കായിട്ട് വരുന്നത്. പിന്നെ വരുന്നത് ഇതിൻ്റെ ബിൽഡിംഗ് റൂൾസ് അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ പഞ്ചായത്തിൻ്റെ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ പഞ്ചായത്തിൻ്റെ റൂൾ അനുസരിച്ചിട്ട് നമ്മൾ റോഡിൽ നിന്ന് 3 മീറ്റർ മാറിയിട്ട് ആയിരിക്കണം നമ്മുടെ വീടിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നാഷണൽ ഹൈവേ ആണെങ്കിൽ 6 മീറ്റർ എന്നാണ് പറയുന്നത്. മറ്റേ റോഡാണെന്നുണ്ടെങ്കിൽ 3 മീറ്റർ. പിന്നെ ഇപ്പോൾ ഇടവഴിക്ക് ആണെന്നുണ്ടെങ്കിൽ മിനിമം 2 മീറ്ററെങ്കിലും വേണമെന്ന് പറയുന്നു. അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് എനിക്കറിയില്ല. എന്നെക്കാളും കൂടുതൽ എന്താ പറയുക, ഈ കുറ്റിയടിക്കൽ പ്രോസസ്സ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരും നമ്മുടെ ക്ലാസ്സുകളിലുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അവരോട് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് ഇതിൽ വരുന്ന കാര്യങ്ങൾ. നമ്മൾ 3, 4, 5 റൂൾ നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇനി ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിൽ നമുക്ക് കണ്ട സിലബസിൽ നമുക്ക് പഠിക്കാനുള്ളത് എത്രയേ ഉള്ളൂ, സെറ്റിംഗ് ഔട്ട് വർക്ക് 3, 4, 5 റൂളെന്ന് മാത്രമാണ് നമുക്കതിൽ തന്നിട്ടുള്ളൂ. അപ്പോൾ 3, 4, 5 റൂൾ അനുസരിച്ച് നമ്മളത് എങ്ങനെയാണ് ഒരു പ്ലാനിനെ നമ്മൾ ഗ്രൗണ്ടിലേക്ക് സെറ്റാക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്കത് ചെയ്തവരുണ്ട്, ചെയ്യാത്തവരുണ്ട്. അപ്പോൾ ചെയ്യാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളതൊരു വട്ടം ചെയ്ത് നോക്കാം, എങ്ങനെയാണ് സെറ്റിംഗ് ഔട്ട് നടത്തുന്നത്, എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത്. അറിയാത്തവരും അറിയുന്നവരൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് കുറച്ചും കൂടിയും നമുക്കറിയാത്ത കാര്യങ്ങൾ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റൂലേ. നമുക്ക് ഇപ്പം എന്നെ സംബന്ധിച്ചിട്ടായാലും എനിക്ക് പ്രാക്ടിക്കൽ ബേസ് വളരെ കുറച്ചാണുള്ളത്. അപ്പോൾ അതുള്ളവർ അത് പറഞ്ഞു തരുമ്പോൾ നമുക്കും ആ ഒരു അറിവ് നമുക്ക് വർദ്ധിക്കും. അപ്പോൾ ഇതിൽ ഇപ്പോൾ സെറ്റിംഗ് ഔട്ടിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ഒരു ദിവസം പ്രാക്ടിക്കൽ ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 2 റൂം നമുക്കൊന്ന് സെറ്റിംഗ് ഔട്ട് നടത്തിയിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. പിന്നെ വരുന്ന ഇതിൻ്റെ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. പിന്നെ ഇതിൻ്റെ ബിൽഡിംഗ് റൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിത് എക്സാമിന് സെറ്റിംഗ് ഔട്ട് ചെയ്യുന്ന അധികം ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊന്നും ഇതുവരെ നിലവിൽ നമുക്ക് ചോദിച്ചിട്ടില്ല. ഈ റൂള് എങ്ങനെ റൂളിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, സെറ്റിംഗ് ഔട്ട് അത് 1 വേർഡ് ക്വസ്റ്റ്യൻ അങ്ങനെയൊക്കെ ആയിട്ടാണ്. ഇനി അഥവാ 5 മാർക്കിൻ്റെ ഒരു ചോദ്യം വന്നാൽ തന്നെ നമുക്ക് വരാൻ സാധ്യതയുള്ളത് ഇതിൻ്റെ ഒരു ഫിഗർ, ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്ന ആ ഒരു സെൻട്രൽ ലൈൻ അടിച്ചിട്ടുള്ള ആ ഒരു 2 റൂമിൻ്റെ ഒരു ഫിഗറും അതെങ്ങനെ ഗ്രൗണ്ടിലേക്ക് അപ്ലൈ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോസസ്സ് എഴുതി വെച്ചാൽ മതി. സ്റ്റെപ്സ് ഇൻ സെറ്റിംഗ് ഔട്ട് എന്ന് പറയുന്ന ഒരു 7 പോയിന്റുകൾ എഴുതി വെച്ചാലും മതി നമുക്ക്. ഇത്രയും പ്രോസസ്സുകളാണ് നമ്മൾ സെറ്റിംഗ് ഔട്ട് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അല്ലാതെ കൂടുതലായിട്ട് നമുക്ക് സെറ്റിംഗ് ഔട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ എന്താണ് സെറ്റിംഗ് ഔട്ട് ഒബ്ജക്റ്റീവ്സ് എന്താണ്, അതിനുപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് എന്താണ്, പിന്നെ അതിൻ്റെ ജസ്റ്റ് ഇതിൽ കണ്ടോ, അതിൽ പ്രൊസീജിയറായിട്ട് തന്നെ നമുക്കത് സ്റ്റെപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ പോയിന്റും ഞാൻ നേരത്തെ പറഞ്ഞ സെയിം പോയിന്റുകളൊക്കെ തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കുന്നത്, മാനുവലും ചെയ്യാം, 2 രീതിയിൽ ചെയ്യാം കേട്ടോ. മാനുവലും ചെയ്യാം, അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് നമുക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ മാനുവൽ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബാക്കി ഈ 3, 4, 5 റൂള് ഉപയോഗിക്കുന്നത് അത് എപ്പോഴും മൈൻഡിൽ വെക്കുക. ബാക്കി നമുക്ക് പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് അത്രയും അങ്ങോട്ട് ക്ലിയർ ആവണമെന്നില്ല, പക്ഷെ നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് നമുക്കത് കൂടുതലായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാവും കേട്ടോ. ഓക്കെ.